അപ്പോൾ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് കോമ്പോണൻറ്റിൻ്റെ കണക്ഷനാണ്. എങ്ങനെയാണ് അതിൽ ലോഡ് കണക്ട് ചെയ്യുന്നതാണ്. അതിൽ സീരീസ് കണക്ഷൻ നമ്മൾ ലോഡുകൾ കണക്ട് ചെയ്യുന്നത് ഒന്നിന് പിറകെ ഒന്നായി, അതായത് ഒരു ചെയിൻ പോലെ ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എന്നാൽ പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ അതിൽ ഹെഡുമായിട്ടും ടെയിൽ ഭാഗം ടെയിലുമായിട്ടും, അതായത് തുടക്കഭാഗമായിട്ടും അഗ്രഭാഗവുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പാരലൽ. അടുത്തത് കറണ്ടാണ്. സീരീസ് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓരോ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ടും ആ സർക്യൂട്ടിലൂടെ മൊത്തം ഒഴുകുന്ന കറണ്ടും തുല്യം തന്നെ ആയിരിക്കും. അതായത് ഒരേ കറണ്ടായിരിക്കും ആ സർക്യൂട്ടിലൂടെ മൊത്തം ഒഴുകുന്നത്. എന്നാൽ പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ ഓരോ ലോഡിലൂടെയും അല്ലെങ്കിൽ ഓരോ കോമ്പൗണ്ടിലൂടെയും ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ ലോഡിൻ്റെ വാട്ടേജിനും അല്ലെങ്കിൽ റെസിസ്റ്റൻസിനും അനുസരിച്ചായിരിക്കും. കാരണം അതിലേക്ക് എല്ലാ ലോഡിനും ന്യൂട്രൽ ഫേസ് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് നേരിട്ട് കിട്ടുന്നത് കൊണ്ട് ആ ലോഡിന് ആവശ്യമായ കറണ്ട് ആ സപ്ലൈയിൽ നിന്ന് അതിന് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വോൾട്ടേജ്. സീരീസ് കണക്ഷനിലെ കോമ്പോണൻറ്റുകളിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പാണ്. അതിന് ഓരോ കോമ്പോണൻറ്റിനും ആ കോമ്പോണൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും അതിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. അതായത് ഓരോ കോമ്പോണൻറ്റിനും ഓരോ വോൾട്ടേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ എത്രയാണോ സപ്ലൈ വോൾട്ടേജ് ആ സപ്ലൈ വോൾട്ടേജ് തന്നെയായിരിക്കും ഓരോ കോമ്പോണൻറ്റിലെ രണ്ട് അഗ്രങ്ങളിലും കിട്ടുന്നുണ്ടാവുക. അതായത് നമ്പർ ഓഫ് പാത്സ്, അതായത് കറണ്ടിന് ഒഴുകാനുള്ള വഴികൾ എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ടിൽ ആകെ ഒരു വഴി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത ബ്രാഞ്ചുകൾ, എത്ര കോമ്പോണൻറ്റുകളാണ് അല്ലെങ്കിൽ എത്ര ലോഡുകളാണ് നമ്മൾ കണക്ട് ചെയ്തത് ഇത്രയും വഴികൾ കറണ്ടിന് സഞ്ചരിക്കാൻ ഉണ്ടായിരിക്കും. അതുപോലെ ഫാൾട്ട് ലൊക്കേഷൻ. നമ്മൾ ഒരു ഫാൾട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ സീരീസ് കണക്ഷൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ലാമ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് ലോഡുകൾ നമ്മൾ സീരീസായി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒരു ഓപ്പൺ എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പാരലൽ കണക്ഷൻ ആകുമ്പോൾ നമുക്കറിയാം ഓരോ ലോഡിലേക്കും സെപ്പറേറ്റ് നമുക്ക് സപ്ലൈ കിട്ടുന്നത് കൊണ്ട് ആ ഒരു കോമ്പോണൻറ്റ് മാത്രമേ വർക്ക് ചെയ്യാതിരിക്കുകയുള്ളൂ. മറ്റു ഭാഗങ്ങൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് അഥവാ ആകെ പ്രതിരോധം, ആ സർക്യൂട്ടിലെ ആകെ പ്രതിരോധം എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ടിൽ എത്ര കോമ്പോണൻറ്റുകൾ അല്ലെങ്കിൽ എത്ര ലോഡുകളുണ്ടോ അത്രയും ലോഡുകളുടെ പ്രതിരോധത്തിൻ്റെ തുകയായിരിക്കും ആകെ പ്രതിരോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും വലിയ കോമ്പോണൻറ്റിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ വലുതായിരിക്കും ഇതിൻ്റെ ആകെ പ്രതിരോധം അഥവാ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ പാരലൽ കണക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം പാരലൽ കണക്ഷൻ്റെ ആകെ പ്രതിരോധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലെ ഏറ്റവും ചെറിയ പ്രതിരോധത്തിൻ്റെ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും ഈ സർക്യൂട്ടിൻ്റെ ആകെ പ്രതിരോധം എന്ന് പറയുന്നത്. അതായത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിൽ ഏറ്റവും ചെറുത് ഏതാണോ അതിനേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ആ സർക്യൂട്ടിൻ്റെ ആകെ പ്രതിരോധം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്.
നമ്മുടെ തിയററ്റിക്കൽ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സീരീസ് കണക്ഷനിൽ നമ്മൾ അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. സീരീസ് കണക്ഷനിൽ ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. എന്നാൽ ഓരോ ലോഡിലും അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കോമ്പൗണ്ടിലും ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അത് വ്യത്യാസപ്പെടുന്നത് അവയുടെ റെസിസ്റ്റൻസിനനുസരിച്ചായിരിക്കും. കാരണം വോൾട്ടേജ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഓംസ് ലോ I/R അഥവാ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ കറണ്ട് തുല്യമായതിനാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ആ കോമ്പൗണ്ടിലുണ്ടാകുന്ന വോൾട്ടേജിൻ്റെ നഷ്ടവും വ്യത്യാസപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണാവുന്നതാണ്, നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച സമയത്ത് 100 വാട്ടിൻ്റെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 വാട്ട് ബൾബിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരുന്നു. അതിനാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന IR ഡ്രോപ്പ് അഥവാ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നു. ആയതുകൊണ്ട് തന്നെ 100 വാട്ട് ബൾബിന് വെറും 90 വോൾട്ട് മാത്രമേ അവിടെ ഡ്രോപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ 60 വാട്ട് ബൾബിന് 150 വോൾട്ടേജ് അവിടെ ഡ്രോപ്പായി പോവുകയും 60 വാട്ട് ബൾബ് കൂടുതൽ പ്രകാശത്തിൽ കത്തുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് വാട്ടേജ് പവർ കുറഞ്ഞ ലാമ്പുകളാണ് കൂടുതൽ പ്രകാശപൂരിതമായിട്ട് കത്തുക. കാരണം വാട്ടേജ് കുറയുമ്പോൾ അല്ലെങ്കിൽ പവർ കുറയുമ്പോൾ അവയുടെ റെസിസ്റ്റൻസ് കൂടുകയും അതിലുണ്ടാകുന്ന വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് നഷ്ടം ആ ലാമ്പിൽ, പവർ കുറഞ്ഞ ലാമ്പിൽ കൂടുകയും അത് കൂടുതൽ പ്രകാശപൂർണ്ണമായിട്ട് കത്തുകയും ചെയ്യുന്നു. വ്യത്യസ്ത പവറുള്ള ലാമ്പുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറഞ്ഞ വാട്ടേജുള്ള കുറഞ്ഞ പവറിലുള്ള ലാമ്പായിരിക്കും ബൾബാണ് കൂടുതൽ പ്രകാശിച്ചത്. കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതിനാൽ അതിലുണ്ടായിരിക്കുന്ന വോൾട്ടേജ് നഷ്ടം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് കൂടുതൽ പ്രകാശത്തിൽ കത്തുന്നു. എന്നാൽ ഒരേ വാട്ടേജുള്ള ലാമ്പുകളാണ് നമ്മൾ കണക്ട് ചെയ്തതെങ്കിൽ ഈ രണ്ട് ലാമ്പുകളും നമ്മൾ കൊടുത്ത വോൾട്ടേജിനെ, അപ്ലൈഡ് വോൾട്ടേജിനെ പങ്കിട്ടെടുക്കുകയും, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് തുല്യമായതിനാൽ ഇവ രണ്ടും സപ്ലൈ വോൾട്ടേജിനെ തുല്യമായി പങ്കിട്ടെടുക്കുകയും രണ്ടും ഒരേ രീതിയിൽ ഡിമ്മായി മങ്ങിക്കത്തുന്നു. പാരലൽ കണക്ഷൻ അഥവാ സമാന്തര രീതിയിലുള്ള കണക്ഷനിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഫേസ് ആൻഡ് ന്യൂട്രലാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ എടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഏത് സപ്ലൈ ആണെങ്കിലും നമ്മൾ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന കോമ്പോണൻറ്റുകൾ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ലാമ്പുകളാണ്, 60 വാട്ടിൻ്റെയും 100 വാട്ടിൻ്റെയും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ 2 കോമ്പോണൻറ്റിനും പോസിറ്റീവും നെഗറ്റീവും ഡയറക്റ്റ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ സപ്ലൈ വോൾട്ടേജ് അത് മുഴുവൻ തന്നെ ഈ 2 കോമ്പോണൻറ്റിനും കിട്ടുന്നു. ഇപ്പോൾ ഒരു 60 വാട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 60 വാട്ട് 240 വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഈ 240 വോൾട്ട് മുഴുവനും അതിന് ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ 60 വാട്ട് പവറും അതിന് പുറത്തെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 100 വാട്ടിന്. ആയതിനാൽ പാരലൽ കണക്ഷനുകളിൽ വാട്ടേജ് കൂടിയ അല്ലെങ്കിൽ പവർ കൂടിയ ലാമ്പായിരിക്കും കൂടുതൽ പ്രകാശത്തിൽ കത്തുന്നത്.